അച്ഛന്റെ തീരുമാനത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഞങ്ങളോടൊപ്പം സച്ചി ഉണ്ടാവണം. എന്റെ നന്ദേട്ടന് പകരമായി അവളുടെ ഏട്ടനായിട്ട്. എടുത്തി പറയുന്നൊക്കെ ശരി തന്നെയാ. നിർബന്ധപൂർവ്വം നമ്മളിത് നടത്തിയാലും അവരുടെ ലൈഫ് സക്സസ് ആവുമെന്ന് എന്താ ഉറപ്പ്? ഏടത്തിക്ക് അനയോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അച്ഛനോട് സംസാരിക്കാം. നാളെ അച്ഛൻ ഡിസ്ചാർജായി വന്ന ശേഷം അച്ഛനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറയാം. എന്നിട്ട് അച്ഛൻ തന്നെ എല്ലാം തീരുമാനിക്കട്ടെ. സച്ചി എന്തൊക്കെയാ പറയുന്നേ? ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന അച്ഛനോട് ഈ വാർത്ത എങ്ങനെ പറയും? ഞാൻ ആശുപത്രിയിൽ നിന്ന് തിരികെ വന്ന ഉടനെ സന്ദീപിന്റെയും അനക്കയുടെയും വിവാഹം നമുക്ക് നടത്താം. എപ്പോ കണ്ണടച്ചാലും മുന്നിൽ തെളിയുന്നത് സന്ദീപിന്റെയും അനക്കയുടെയും വിവാഹം. ഐസിയുനുള്ളിൽ വെച്ച് അച്ഛൻ ഈ വിവാഹം വേഗം നടത്തണമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടാവോ മനുഷ്യൻ? അദ്ദേഹത്തോടാണോ ഈ വിവാഹം നടക്കില്ല, മോന് മറ്റൊരു പെണ്ണിനെ ഇഷ്ടമാണ്, അച്ഛൻ പ്രതീക്ഷ പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാൻ പോകുന്നത്? ചങ്ക് പൊട്ടിപ്പോവാ പാവത്തിന്റെ. ചിലപ്പോ അച്ഛനെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായെന്ന് വരാം. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, മരണത്തിന്റെ വക്കിൽ നിന്നാ അച്ഛൻ തിരികെ വന്നത്. അതുകൊണ്ട് അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. എന്റെ അപേക്ഷയാ. ഭാര്യയുടെ തലേണ മന്ത്രം കേട്ട് ഈ കുടുംബത്തെ മുഴുവൻ നീ കണ്ണീരിൽ ആഴ്ത്തരുത്. ഇതൊരു നാഥനില്ല കുടുംബാക്കി മാറ്റരുത്. ഇത് സേതുമാധവൻ എന്ന മനുഷ്യന്റെ മരുമകളായിട്ടല്ല, മകളായിട്ടാ പറയുന്നേ. സച്ചേട്ടൻ പറഞ്ഞ അവന്റെ അടുത്ത് കേൾക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോ കൂടുതൽ കുഴപ്പത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചാ എടുത്തി പറഞ്ഞൊക്കെ സത്യമല്ലേ? ആതിരെ പോലൊരു പെൺകുട്ടി തന്നെയല്ലേ അനഘി? ഇതിനോടകം അവളും ധാരാളം സ്വപ്നം കണ്ടു കാണില്ലേ? അറിയിക്കാത്ത സ്വപ്നങ്ങൾ കണ്ടിട്ട് എന്താ സച്ചേട്ട കാര്യം? ആതിരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാ. ഞാൻ പറഞ്ഞ അവള് കേൾക്കുകയും ചെയ്യും. അങ്ങനെ അവളെ നിരാശയിലേക്ക് തള്ളിവിട്ടിട്ട് അനഘയെ പകരക്കാരിയാക്കിയാൽ എന്താ പിന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ആരോടൊക്കെയുള്ള വാശി തീർക്കുന്നത് പോലെയാ അവന്റെ ഇടത്തേക്കും അനഘയ്ക്കും ഈ വിവാഹം. സന്ദീപ് അനഘയുടെ കഴുത്തിൽ താലി കെട്ടണം. അത് കഴിഞ്ഞുള്ള ജീവിതത്തെ പറ്റി അവരാരും ചിന്തിക്കാത്ത എന്താ? എടോ, താൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവും.
എല്ലാവർക്കും അതുപോലെ പറ്റണമെന്നുണ്ടോ? ഇവിടെ വിവാഹത്തേക്കാൾ പ്രാധാന്യം അച്ഛന്റെ തീരുമാനത്തിന് അല്ലേ? അല്ല, കെട്ടുന്നവരുടെ ഇഷ്ടത്തിന് പ്രാധാന്യം. ആതിരയെ സന്ദീപും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരു ആലോചനയ്ക്ക് നിൽക്കില്ലായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സന്ദീപിന്റെ ആതിരയുടെയും കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവർ രണ്ടുപേരുമാ. അഭിപ്രായം പറയാന്നല്ലാതെ തീരുമാനം എടുക്കാൻ ആർക്കും അവകാശമില്ല. അത് ആരായാലും ശരി. തെറ്റായ തീരുമാനം എടുത്താൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം. അർച്ചന, താൻ പറയുന്നൊക്കെ ശരിയാ. അച്ഛൻ ഇതേ അവസ്ഥയിൽ കിടന്ന് എന്നോട് പറഞ്ഞിട്ടാ ഞാൻ തന്നെ വിവാഹം കഴിച്ചത്. എന്നിട്ടോ? എന്നിട്ട് നമ്മുടെ ജീവിതം എന്തായി? വിവാഹത്തിന് മുൻപ് ഒരു തവണ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ അന്നേ ഞാൻ പിന്മാറില്ലായിരുന്നു. സച്ചേട്ടൻ അച്ഛൻ്റെ ആഗ്രഹത്തിന് ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നു. അപ്പുറത്ത് നിൽക്കുന്നവർക്കൊരു മനസ്സുണ്ടെന്നും അവൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്നതെന്നും മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിനിടയിൽ സച്ചേട്ടൻ മറന്നുപോയി. അതെന്റെ വിധിയാ. എനിക്കതിലെ പരാതിയില്ല. ഈ വിവാഹത്തോടെ സച്ചി അർച്ചന ജീവിതം ആവർത്തിക്കപ്പെടുക സന്ദീപിലൂടെയും അനഘയിലൂടെയും. അതൊക്കെ വിവാഹശേഷം അവർ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങും, പരസ്പരം മനസ്സിലാക്കി തുടങ്ങും. ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ മറ്റെല്ലാം അവരുടെ മനസ്സിൽ നിന്ന് മാറി അവരവളെ സ്നേഹിച്ചു തുടങ്ങും. പിന്നെന്താ സച്ചേട്ടാ ആ ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയത്? വിവാഹം ഒന്നിന്റെ അവസാന വാക്കല്ലെന്ന് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് തെളിയിച്ചു തന്നതല്ലേ? അർച്ചനെ പോലെ എല്ലാം ഉള്ളിലൊതുക്കി എന്നെങ്കിലും ഭർത്താവിന്റെ സ്നേഹവും പരിചരണത്തിനും കാത്തിരിക്കുന്ന ഒരു ഭാര്യയായിരിക്കാൻ അനഘയ്ക്ക് പറ്റുമെന്ന് സച്ചേട്ടന് തോന്നുന്നുണ്ടോ? ഇനിയൊരു പരീക്ഷണം നടത്തണോ നമ്മള്? അച്ഛന്റെ ആഗ്രഹപ്രകാരം സച്ചേട്ടൻ എന്നെ വിവാഹം കഴിച്ചു. ഏടത്തിയുടെ ജീവിതം പകുതിയിൽ നിന്നതുകൊണ്ട് പ്രായശ്ചിത്തമായി സന്ദീപിനെ കൊണ്ട് അനഘയെ വിവാഹം കഴിപ്പിക്കുന്നു. ഇതിനിടയിൽ ആരുടെയൊക്കെയോ ജീവിതവും സ്വപ്നങ്ങളും ഒക്കെ തകർന്നു വീഴുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മക്കളുടെ സന്തോഷം എന്ന തെറ്റിദ്ധാരണയിലൂടെ അച്ഛനെടുത്ത തീരുമാനം നമ്മൾ തിരുത്തണം. കാര്യങ്ങൾ പറയേണ്ട പോലെ പറഞ്ഞ അച്ഛന് മനസ്സിലാവും. എന്റെ സ്വന്തം അച്ഛനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കൊരു മോളുടെ സ്നേഹവും വാത്സല്യവും സംരക്ഷണവും അദ്ദേഹം തന്നിട്ടുമുണ്ട്. ആ ഒരു അവകാശത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അച്ഛനെ ഏത് വിധേനയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. എന്റെ ശ്രമം പരാജയമാവുമെങ്കിൽ മാത്രമേ സന്ദീപും അനഘയും തമ്മിലുള്ള വിവാഹം നടക്കൂ. ഹലോ ചേച്ചി, നിന്റെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തുപറ്റി? ഒന്നുമില്ല. സേതുമാധവനെ കാണാൻ ഇന്ന് വിസിറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരാള് വന്നിരുന്നു. ആര്? എനിക്കറിയില്ല. മാസ്ക് ഒക്കെ വെച്ചായിരുന്നു വന്നത്. ഒരു സ്ത്രീയായിരുന്നു. എന്താ ചേച്ചി, ഇന്ത്യയിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അവിടെ ആര് ഏത് സമയത്ത് അങ്ങേരെ കാണാൻ വന്നാലും അപ്പ എന്നെ അറിയിക്കണം. അറിയിക്കാം ചേച്ചി. നാളെ ഡിസ്ചാർജാ. ഞാൻ അറിഞ്ഞു. ഇങ്ങോട്ട് വരുന്നവരെ നീ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം. ആര് വന്നാലും എന്നെ അറിയിക്കുകയും വേണം. ശരി ചേച്ചി.
ഇനി നിങ്ങളെല്ലാവരും പൊയ്ക്കോ. എനിക്കിപ്പോൾ വലിയ അസുഖമൊന്നുമില്ല. എല്ലാവരും ചെല്ല്. അച്ഛൻ കിടന്നു ഉറങ്ങ്. അവന്തികേ, സന്ദീപിന്റെയും അനക്കയുടെയും വിവാഹം വേഗം നമുക്ക് നടത്തണം. അല്ലച്ചാ, അച്ഛന്റെ അസുഖം മുഴുവനായി ഭേദമായിട്ട് പോരെ? ഏയ്, അത് ശരിയാവില്ല. എനിക്കെന്തോ ഒരു ഉൾഭയം പോലെ. നാളെ തന്നെ ജോത്സ്യനെ വിളിച്ച് നല്ലൊരു മുഹൂർത്തം കുറിപ്പിക്കണം. ഏറ്റവും അടുത്തുള്ളൊരു മുഹൂർത്തം നോക്കി നമുക്കിതങ്ങ് നടത്താം. അല്ലച്ചാ, പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോ സന്ദീപിനോട് ചോദിക്കണ്ടേ? അതല്ലേ അതിന്റെ ശരിയും. എന്തിന്? അവനോട് ഇനി എന്ത് ചോദിക്കാൻ? നമ്മള് തീരുമാനിക്കാൻ അവനങ്ങ് അനുസരിക്കും. ഏയ്, അങ്ങനെയല്ല മോളെ. അർച്ചന പറഞ്ഞത് ശരിയാ. പെട്ടെന്നൊരു വിവാഹം നടത്തുന്നതിനോട് അവൻ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോന്ന് അറിയണം. ഞാനത് ആലോചിച്ചില്ല. നീ അനക്കയോട് സംസാരിക്കേ. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ലേ. നമ്മൾ കരുതുന്ന പോലൊന്നും അല്ല അവരുടെ മനസ്സിലെങ്കിലോ. തീയതി നിശ്ചയിച്ചോളാൻ അവർ രണ്ടുപേരും പറഞ്ഞാൽ പിന്നെ എല്ലാം വേഗം നടത്താലോ. അച്ഛന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനി താമസിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ പോയി സന്ദീപിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അച്ഛൻ അവനോട് സംസാരിക്കേ. എന്താ എടുത്തി? അച്ഛന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഒന്ന് റൂം വരെ ചെല്ലാൻ പറഞ്ഞു. ശരി, ഞാൻ പോയി കണ്ടിട്ട് വരാം. സന്ദീപേ, അച്ഛൻ നിന്നെ അന്വേഷിക്കുന്നത് നിന്റെ അനക്കയുടെ വിവാഹക്കാര്യം സംസാരിക്കാനാ. ഞാൻ കുറേ തവണ പറഞ്ഞു ഇപ്പൊ സംസാരിക്കണ്ടാന്ന്. പക്ഷേ അച്ഛന് നിർബന്ധം. ഏട്ടത്തിക്കറിയാം നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്. നിനക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന്. പക്ഷേ ഞാനറിഞ്ഞപ്പോ വളരെ വൈകിപ്പോയി. ഈ ഒരവസ്ഥയിൽ എങ്ങനെ അച്ഛനോട് പറയും ഇക്കാര്യം? മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന നിനക്ക് എന്റെ അനിയത്തെ തരാൻ സത്യം പറഞ്ഞ എനിക്ക് ഒരു താല്പര്യവുമില്ല. എനിക്കെന്നല്ല, ഈ ലോകത്ത് ഒരു ചേച്ചിക്കും താല്പര്യം ഉണ്ടാവില്ല. ഇഷ്ടമില്ലാതിരുന്നിട്ടും ഞാൻ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത് അച്ഛനെ ഓർത്ത് മാത്രമാ. അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വീണുപോയാ ചിലപ്പോ നമ്മുടെ അച്ഛന് മരണം വരെ സംഭവിക്കും. അങ്ങനെ എന്റെ അച്ഛനെ നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കൊന്നും വേണ്ട. നമ്മൾ കാരണം നമ്മുടെ അച്ഛൻ എന്തെങ്കിലും വരുന്നതിനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ നമുക്ക്? എടുത്തി, എനിക്കൊന്നും അറിയില്ല. സ്നേഹിക്കുന്ന പെണ്ണിനൊപ്പമാണോ അച്ഛൻ്റെ തീരുമാനത്തിനൊപ്പമാണോ നിൽക്കേണ്ടെന്ന ആശയക്കുഴപ്പം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. എടുത്തി പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്റെ അഭിപ്രായം പറഞ്ഞ നീ ആതിരെ മറക്കുന്നതാ നല്ലത്.
എടുത്തി ഈ നിമിഷം വരെ നീ നിന്റെ ഇഷ്ടത്തിനാ ജീവിച്ചത്. ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ നീ തീരെ ചെറുപ്പാ. ഇവിടുത്തെ അമ്മ മരിച്ച് കുറേ കാലത്തിന് ശേഷവും അച്ഛനാകെ തകർന്ന അവസ്ഥയിലായിരുന്നു. പലതവണ മറ്റൊരു വിവാഹം കഴിക്കാൻ ഞാനും നന്ദേട്ടനും ഒക്കെ അച്ഛനെ നിർബന്ധിച്ചിട്ടുണ്ട്. അച്ഛനതിന് തയ്യാറായില്ല. അതെല്ലാം നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് വേണ്ടി തൻ്റെ ജീവിതം പോലും വകവയ്ക്കാത്ത മനുഷ്യനാ നമ്മുടെ അച്ഛൻ. നിനക്കിഷ്ടപ്പെട്ട വീട്, നിനക്കിഷ്ടപ്പെട്ട കാറ്, ബൈക്ക്, നിനക്കിഷ്ടപ്പെട്ട സൗകര്യങ്ങൾ, നിനക്കിഷ്ടപ്പെട്ട രാജ്യത്ത് പോകാനുള്ള പണം, അങ്ങനെ എല്ലാം നിനക്ക് നിനക്ക് നിനക്ക്. നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിര് നിൽക്കാത്ത ആ പാവത്തിന് നീ എന്ത് തിരികെ കൊടുത്തിട്ടുണ്ട്? ആദ്യമായിട്ടാ അച്ഛൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്, അതും അത്രയും വലിയ ആഗ്രഹത്തോടെ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന അച്ഛന്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തൂടെ മോനെ നിനക്ക്? എനിക്ക് അച്ഛനോട് വലിയ കടപ്പാടുണ്ട്. അതുകൊണ്ടാ അനഘയെ ഞാൻ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാത്തത്. വേണ്ട എന്ന ഒറ്റ വാക്കിൽ നമുക്ക് തീർക്കാമായിരുന്നു, അച്ഛൻ ഹോസ്പിറ്റലാവുന്നതിന് മുമ്പായിരുന്നെങ്കിൽ. പക്ഷേ ഇപ്പൊ സ്ഥിതി അതല്ലല്ലോ. നീ കാരണം അച്ഛൻ എന്തേലും സംഭവിച്ചാ ആ ശാപം നിന്റെ തലമുറകൾക്ക് കൂടി ഉണ്ടാവും. അച്ഛനെ എതിർത്ത് നീ ആതിരയോടൊപ്പം ഒരു ജീവിതം തുടങ്ങിയാലും നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റേണ്ടത് മക്കളുടെ കടമയാ. ജീവിച്ചിരിക്കുമ്പോഴേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞ് ഫോട്ടോയിൽ മാലയിട്ട് വിളക്ക് കൊളുത്തിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുള്ളൂ. നീ കാരണം അച്ഛനൊന്നും സംഭവിക്കരുത്. അങ്ങനെ എന്തേലും ഉണ്ടായാ ഈ ഏടത്തെയും പിന്നെ നീ കാണില്ല.
ഏട്ടത്തി ഒന്നും പറഞ്ഞില്ല. നീ എല്ലാം അച്ഛനോട് തുറന്നു പറയണമെന്ന് ഞാൻ പറയൂ. അവന്തി ഏട്ടത്തി പറഞ്ഞതുപോലെ വലുത് സംഭവിച്ച എന്ത് ചെയ്യും? സന്ദീപ്, നിന്റെ ജീവിതത്തിലെ നിർണായക തീരുമാനം എടുക്കേണ്ടത് നീയായിരിക്കണം. ആരെന്തൊക്കെ പറഞ്ഞാലും നിനക്കൊരു വ്യക്തിത്വമുണ്ട്. നിന്റെ തീരുമാനങ്ങളൊന്നും നീ നിന്നെ തന്നെ ചതിക്കുന്ന ഒന്നാവരുതെന്നേ ഉള്ളൂ. നീ വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല.